പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരന് അദ്ദേഹത്തിന്റെ മുമ്പിൽ ധാർമ്മികതയോ അധാർമികതയോ 81 വയസ്സിൽ അദ്ദേഹം പറയുന്ന അവാസ്തവമായ ഒരു പ്രസ്താവന. രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയം തന്നെയാണ്. അതിനകത്ത് സ്ത്രീ അതിജീവിതത്തോടുള്ള സർക്കാർ സ്നേഹം കൊണ്ടൊന്നുമല്ല, ഒരു സ്ത്രീയെ ഉപയോഗിക്കായിരുന്നു എന്ന് പറയാം രാഷ്ട്രീയമായ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അതിനകത്ത് ആ സ്ത്രീയുടെ പോസ്റ്റിലുള്ള ഒരു വാക്കായിരുന്നു ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക്. ഒരു ദിവസം ഈ സത്യം പുറത്തേക്ക് വരും, അന്ന് നിങ്ങളുടെ കുലച്ചിരിമായും, അങ്ങനെ ഒരു നീണ്ട വാക്യമാണ് രാഹുൽ എഴുതിയത്. അതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രാഹുലിന് അതിനുള്ള ഒരു യോഗ്യത നഷ്ടപ്പെട്ടു. രാഹുൽ പറയുന്നതിന്റെ പകുതി ശരിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഗണേഷ് കുമാറിന്റെ കാർമ്മികത്വത്തിലാണെന്ന് തോന്നുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസ് ആ വനിതയെ കൊണ്ട് ലൈംഗികാരോപണം. മറ്റേത് നേതാക്കളെക്കാട്ടിലും കുറച്ചല്പം കൂടി ശ്രീ പിണറായി വിജയന് രാഹുൽ മാങ്കൂട്ടത്തിനോട് ദേഷ്യമില്ലെന്ന് തോന്നിപ്പോയി. മറ്റുള്ള നേതാക്കന്മാരൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എവിടെയോ അവരിൽ പിണറായി വിജയനെ നേരിടുമ്പോൾ ഒരു ചെറിയൊരു ഭീതിയുടെയോ അല്ലെങ്കിൽ ഒരു അകൽച്ചയുടെയോ ഒക്കെ അംശം കാണാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനെ നേരിട്ടത് അങ്ങനെയായിരുന്നു. കോൺഗ്രസിലുള്ള രാഹുലിനേക്കാൾ പേടിക്കേണ്ടത് കോൺഗ്രസിലില്ലാത്ത രാഹുലിനെയാണ്. നമസ്കാരം സർ. നമസ്കാരം. ഇന്നാണ് ഒരു പത്രിക സമർപ്പിക്കുന്നതിന്റെ അവസാന ദിവസം. ഇനി അത് പിൻവലിക്കാനൊന്നും പറ്റില്ല. അപ്പൊ എല്ലാവരും പത്രികയൊക്കെ സമർപ്പിച്ചു, തെരഞ്ഞെടുപ്പ് ചൂടിലേക്കൊക്കെ പോവുകയാണ്. അപ്പോ നമുക്ക് പൊതുവെ അറിയാം, ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സമയത്തേക്ക് മുതിർന്ന നേതാക്കളൊക്കെ അഭിമുഖങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എല്ലാ മാധ്യമങ്ങൾക്കും, മുൻധാര മാധ്യമങ്ങൾക്കെല്ലാം അഭിമുഖം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ ഒരു പ്രധാന സാറ്റലൈറ്റ് മാധ്യമത്തിന്റെ മുന്നിലേക്ക് ഒരു ചോദ്യം ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അന്ന് ട്രെൻഡിങ് ആയ ഒരു പിക്ചർ ആയിരുന്നല്ലോ, ഇദ്ദേഹം ഒരു കപ്പ് പിടിച്ചിട്ടിരിക്കുന്നത്, അതിജീവിതമാരുടെ രക്ഷകൻ എന്നൊരു ടൈറ്റിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയ ഒരു പിക്ചർ ആയിരുന്നു. അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു നിലപാടെന്ന് പറയുന്നത് അത് അങ്ങനെ ഉദ്ദേശിച്ച് എടുത്തൊരു പിക്കല്ല. ആ കപ്പിൽ അങ്ങനെ ഒരു സാധനം എഴുതിയിരിക്കുന്നത് തനിക്ക് അറിയത്ത പോലും ഇല്ലായിരുന്നു. താൻ നിരന്തരം വെള്ളമൊക്കെ കുടിക്കുന്ന പോലെ കുടിച്ചതാണ്, അതിൽ അങ്ങനെ ഒരു കാര്യമില്ല. പിന്നെ നല്ല രീതിയിൽ ട്രെൻഡിങ് ആവുന്നതുകൊണ്ട് നമുക്ക് എതിർത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെയാണ്. അപ്പോ ഈ വിഷ്വൽസ് എടുത്തിട്ട് അതിലെ രാഹുൽ മാങ്കൂട്ടം ഒന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പ്രതികരണം ഒന്ന് വായിക്കാം. ശ്രീ വിജയൻ, ആ കപ്പ് മാത്രമല്ല, കേസുകളും നിങ്ങളുടെ പൊളിറ്റിക്കൽ PR-ന്റെയും പൊളിറ്റിക്കൽ വൈരാഗ്യത്തിന്റെയും ഉപകരണമായിരുന്നു. രാഷ്ട്രീയ വിരോധത്താൽ എത്ര ഹീനമായി ഒരാളെ ആക്രമിക്കാം എന്നതിന്റെ ഉദാഹരണമായി ഇത് നാളുകളിൽ കണക്കാക്കപ്പെടും. പുറത്ത് താങ്കൾ എന്തൊക്കെ പറഞ്ഞു നടന്നാലും ഇതിലെ യാഥാർത്ഥ്യങ്ങൾ താങ്കൾക്കും എനിക്കും അറിയാം. അത് നാളുകളിൽ ഈ നാടറിയും. അന്ന് ഈ കൊലച്ചിരി മാറി താങ്കൾ മറുപടി പറയേണ്ടി വരും. സത്യം ജയിക്കും. സത്യം ഭൂമിയിൽ നിന്നും മുളച്ചു വരും. നീതി ആകാശത്തിൽ നിന്നും നോക്കും. സങ്കീർത്തനങ്ങൾ 85:11. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. ഈ പ്രതികരണം കാണുമ്പോൾ തോന്നുന്നത് രാഷ്ട്രീയപരമായി കെട്ടിച്ചമച്ച കഥകളായിരുന്നു അത്. സാറിനത് കേട്ടിട്ട് എന്താ തോന്നുന്നത്? ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ആദ്യമുണ്ട്. ഒന്ന്, അത് അദ്ദേഹം അറിയാതെ ആ കപ്പ് കുടിച്ചു, അതിന്റെ പുറത്ത് എഴുതിയിരുന്നതാണ് എന്ന് പറയുന്നത് 81 വയസ്സിൽ അദ്ദേഹം പറയുന്ന അവാസ്തവമായ ഒരു പ്രസ്താവനയാണ്. നുണയാണോ? അവാസ്തവമാണ്. അത് നുണയാവാൻ കളവാകാൻ തുണല്ലോ. കാരണം ഈ ഒരു ഓൺലൈനിൽ വന്ന, കാനഡയിൽ നിന്ന് വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്യുന്നത്. നാടകീയമായ രംഗങ്ങളോടെ അറസ്റ്റ് ചെയ്യുന്നു. അന്ന് അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. കാരണം ഏത് സമയത്തും, കാരണം മുൻകൂർ ജാമ്യത്തിന്റെ അത് പിന്നെ ഹൈക്കോടതിയുടെ ഒരു റിലീഫ് കിട്ടി തുടരുന്ന സമയമാണ്. എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ ചെല്ലാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കോടതിയുടെ ഒരു സംരക്ഷണയിൽ അല്ല, ഒരു മുൻകൂർ ജാമ്യം ഇല്ലെങ്കിൽ പോലും അറസ്റ്റ് പാടില്ല എന്നുള്ള ഒരു ആശ്വാസം അനുഭവിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു നാടകീയമായ രംഗങ്ങളോടുകൂടി അർദ്ധരാത്രിയിൽ ചെന്ന് അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അത് രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയം തന്നെയാണ്. അതിനകത്ത് സ്ത്രീ അതിജീവിതത്തോടുള്ള സർക്കാർ സ്നേഹം കൊണ്ടൊന്നുമല്ല, അതിജീവിതയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഒരു പരാതി കിട്ടിയപ്പോൾ ആ സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾക്കുള്ള സംരക്ഷണം ഈ സമൂഹം നൽകുന്ന, അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ നൽകുന്ന അത് ഉപയോഗിച്ചുകൊണ്ട് അതിന് ഉപയോഗം ചെയ്യുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് പറയാം രാഷ്ട്രീയമായ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അതിനകത്ത് ആ സ്ത്രീയുടെ പോസ്റ്റിലുള്ള ഒരു വാക്കായിരുന്നു ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക്.
എനിക്ക് ചന്ദ്രനോളം സ്നേഹമാണ് എന്ന് കാണിക്കുന്ന പ്രണയത്തിന്റെ ഒരു ഭാഷയാണ് ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക്. ആ കാനഡയിൽ നിന്നുള്ള യുവതിയുടെ ഫേസ്ബുക്കിലെ പോസ്റ്റിന്റെ ഒരു വരിയാണ് ഈ വാചകം. ഈ വാചകമാണ് മുഖ്യമന്ത്രി അറിയാതെ, അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ഒരു നടന്ന ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് അദ്ദേഹം ക്യാമറയ്ക്ക് അഭിമുഖമായി പിടിച്ചുകൊണ്ടിരുന്ന വളരെ യാദൃച്ഛികമായിട്ട് കുടിക്കുന്ന സാധനം. ഇപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം അത് അറിയാതെ പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അറിഞ്ഞില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന് പല ചോദ്യങ്ങളും നേരിടേണ്ടി വരും. എന്ത് ചോദ്യങ്ങൾ? ഉദാഹരണത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി, അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ, അതേപോലെ CPM ഒട്ടേറെ എതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ, ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അപ്പൊ അദ്ദേഹം വളരെ ഇന്ന് കേരളത്തിൽ എന്ത് തന്നെയാണെങ്കിലും ജീവിച്ചിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരെക്കാളും ശക്തനും വളരെ ബുദ്ധിശാലിയുമാണ് പിണറായി വിജയൻ. അക്കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടികളൊക്കെ അത് വളരെ വളരെ ഈ പിന്നെ ഭാവിയിൽ ഉണ്ടാകാവുന്ന ചോദ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടും ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കിക്കൊണ്ടും ചോദ്യങ്ങൾ വരാൻ പാടില്ലാത്തതിനെ ആ രീതിയിൽ കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന്റെ മറുപടി. അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മറുപടിയാണ്, അതിനകത്തൊന്നും സംശയമൊന്നുമില്ല ആർക്കും. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് പിണറായി വിജയൻ ഇത് യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണ് എന്ന് പറയുന്നത്. അത് അവാസ്തവമാണ്. രണ്ട്, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു, സത്യം മുളച്ചു വരും, നീതി മുകളിൽ നിന്ന്. നിങ്ങളുടെ കൊലച്ചിരി ആ ദിവസം മങ്ങും, അന്ന് സത്യം നാട് മറിയും. അല്ല, ഇപ്പൊ സത്യം ഉണ്ട്, ആ സത്യം താങ്കൾക്കും എനിക്കും അറിയാം. പക്ഷേ ഒരു ദിവസം ഈ സത്യം പുറത്തേക്ക് വരും, അന്ന് നിങ്ങളുടെ കുലച്ചിരിമായും. അങ്ങനെ ഒരു നീണ്ട വാക്യമാണ് രാഹുൽ എഴുതിയത്. അതിനകത്ത് ഒരു പ്രശ്നം വെച്ചാൽ രാഹുലിന് അതിനുള്ള ഒരു യോഗ്യത നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. കാരണം രാഹുൽ പറയുന്നതിന്റെ പകുതി ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്ത രീതിയും രാഹുലിനെ രാഷ്ട്രീയമായി വേട്ടയാടുകയായിരുന്നു എന്നൊക്കെ ഉള്ളത് 100% സത്യം തന്നെയാണ്. അതേ സമയത്ത് ഈ രാഹുലിനെതിരെ ഉണ്ടായിരിക്കുന്ന കേസുകളെല്ലാം തന്നെ ഒരു പൊതുജീവിതത്തിലും വ്യക്തിയുടെ ജീവിതത്തിലും ഉയർത്തുന്ന ചില ധാർമ്മികതകളൊക്കെ ഉണ്ട്. ആ ധാർമ്മികതകൾ ഒന്നും തന്നെ ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. ഇദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന 3 കേസുകളിലും അദ്ദേഹം കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് എന്ന് പറയുന്നത് സ്വമേധയ പരസ്പര സംഭവത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു യുവ നേതാവ് അപ്പൊ ആ രീതിയിൽ യാതൊരു വിധമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചില പൊതു പെരുമാറ്റ രീതികളൊക്കെ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഒരു വിവാഹിതയായ ഒരു സ്ത്രീ ഒരാവശ്യമായിട്ട് സമീപിക്കുന്നു. അങ്ങനെ സമീപിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പരസ്പര സമ്മതത്തിന്റെ പേരിൽ അവർ ലൈംഗികത്തിൽ ഏർപ്പെടുന്നു. അവർ തമ്മിലുള്ള സമ്മാനങ്ങൾ അതും ഇതും മറ്റേ കൈമാറ്റം ചെയ്യുന്നു. കുറെ കഴിയുമ്പോൾ ആ ബന്ധം വേർപെടുന്നു. ഇതിനിടയ്ക്ക് ഗർഭമുണ്ടാവുന്നു. ഇതൊന്നും ഒരിക്കലും ഒരു സമൂഹത്തിൽ ന്യായീകരിക്കപ്പെടാൻ പറ്റുന്ന സംഗതികളല്ല. ഇപ്പോ ഗണേഷ് കുമാറിന്റെ വിഷയത്തെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഒരു കുടുംബ വിഷയമാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തനിക്ക് ഇടപെടാൻ താല്പര്യമില്ല. എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ വകുപ്പുപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതേപറ്റി ഞാൻ സംസാരിക്കാം. അതേ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലും ശ്രീ പിണറായി വിജയൻ ബോധപൂർവം ഈ ഒരു പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരന് അദ്ദേഹത്തിന്റെ മുമ്പിൽ ധാർമ്മികതയോ അധാർമികതയോ ഒന്നുമില്ല. അദ്ദേഹം തന്നെ കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, എനിക്ക് AKG കണക്കോ അതല്ലെങ്കിൽ EMS കണക്കോ വലിയ അറിവൊന്നുമില്ല, പക്ഷെ എന്റെ മുമ്പിൽ പ്രായോഗികതയാണുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ഏത് ലക്ഷ്യം കണ്ടു കഴിഞ്ഞാലും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി താൻ പ്രായോഗികമായിട്ട് മുമ്പോട്ട് നീങ്ങി. ഇതൊക്കെ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ ലക്ഷ്യം കാണുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് കാര്യങ്ങൾ ഉപയോഗിക്കും. അവിടെ ധാർമ്മികതയോ അധാർമികതയോ മുൻപ് പറഞ്ഞതിന് വിരുദ്ധമാകുമെന്നോ അങ്ങനെയുള്ള ചിന്തകളൊന്നും അദ്ദേഹത്തിന് അലട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഉദാഹരണത്തിന് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ അവസരങ്ങൾ ആ സ്ത്രീ വിഷയം സംബന്ധമായ അവസരങ്ങളിൽ വെച്ചിട്ട് ഉപയോഗിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഗണേഷ് കുമാറിന്റെ കാർമ്മികത്വത്തിലാണെന്ന് തോന്നുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസ് ആ വനിതയെ കൊണ്ട് ലൈംഗികാരോപണം ഉന്നയിച്ചു. അപ്പൊ അതും ആ പ്രായത്തിന്റെയോ അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലൊരു വ്യക്തി കേരള രാഷ്ട്രീയത്തില്, കാരണം മറ്റുള്ളവരെക്കാട്ടിയൊക്കെ നന്നായിട്ട് അറിയാവുന്നതും പിണറായി വിജയനൊക്കെ തന്നെയാണ്. കാരണം ഇവരെല്ലാവരും രാഷ്ട്രീയ രംഗത്ത് ഒന്നിച്ചാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനൊന്നും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. അത് കിട്ടുന്ന അവസരങ്ങളെ നന്നായിട്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ അറിയാം.
അങ്ങനെ ഉപയോഗിച്ചിട്ടാണ് പിണറായി വിജയൻ 18 വർഷം പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്തിരുന്നതും അതിനുശേഷം മുഖ്യമന്ത്രിയാവുന്നതും രണ്ടാമത് മുഖ്യമന്ത്രിയാവുന്നതും. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കഴിവുകൾ തന്നെയാണ്. പ്രതിബന്ധങ്ങളെ മറികടക്കാനുള്ള ശേഷിയാണ്. ധാർമ്മികതയുടെയോ അധാർമികതയുടെ മുമ്പിൽ നോക്കി പകച്ചു നിൽക്കാതെ എന്താണോ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നേടാനുള്ള പ്രായോഗികമായ വഴി, അതിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കിട്ടുന്ന ലഭ്യമാകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇത്രയേ ഉള്ളൂ പിണറായി വിജയന്റെ മുമ്പിലുള്ള ഒരു പ്രമാണം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് മറ്റേത് നേതാക്കളെക്കാട്ടിലും അല്പം കൂടി ശ്രീ പിണറായി വിജയന് രാഹുൽ മാങ്കൂട്ടത്തിനോട് ദേഷ്യമില്ലെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ഈ ഒരു വിവാദങ്ങളൊക്കെ വരുന്നതിന് മുൻപാണെങ്കിലും പിണറായി വിജയനെ മിസ്റ്റർ പിണറായി വിജയൻ എന്നൊക്കെ ഉന്നയിച്ച് പലയിടത്തും ഇദ്ദേഹം സംസാരിക്കുന്ന ഒരു രീതികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഒരു രോക്ഷമായിട്ടുള്ള രീതിയിൽ, കാരണം രണ്ടാം പിണറായി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വേളകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കത്തിക്കേറുന്ന പല വിഷയങ്ങളെ പറ്റിയും ചൂടായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോഴൊക്കെ, അല്ലെങ്കിൽ പിന്നീട് രാഹുലിന്റെ ഈ വിഷയം വന്നപ്പോൾ സർക്കാരിന് ഒരു പ്രത്യേക താല്പര്യാർത്ഥം എടുത്തോ എന്നൊരു തോന്നലുകളും ഉണ്ടാവുന്നുണ്ട്, മറ്റൊരു നേതാവിനോട് പോലും ഉണ്ടാവാത്ത രീതിയിൽ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഇതേപോലെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു യുവാവാണ്. വളരെ പിന്നെ എന്താ പറയുക, വളരെ വ്യക്തമായിട്ടും കുറിക്കൊള്ളുന്ന രീതിയിലുള്ള ഭാഷ പ്രയോഗിക്കുന്നതിലും അതേപോലെ കാട് കയറാതെ വ്യക്തമായിട്ട് സംസാരിക്കുന്നതിലും പിണറായി വിജയനോട് ഈ പറഞ്ഞതുപോലെ ഒരു മുഖാമുഖം നിന്ന് സംസാരിക്കാൻ ഒരു ധൈര്യം കാണിക്കുന്നത്. മറ്റുള്ള നേതാക്കന്മാരെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എവിടെയോ അവരിൽ പിണറായി വിജയനെ നേരിടുമ്പോൾ ഒരു ചെറിയൊരു ഭീതിയുടെയോ അല്ലെങ്കിൽ ഒരു അകൽച്ചയുടെയോ ഒക്കെ അംശം കാണാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനെ നേരിട്ടത് അങ്ങനെ ആയിരുന്നില്ല നേരിട്ട്. അപ്പൊ അങ്ങനെ ഒരു നേതാവിനെ വളർന്നു വരാൻ അനുവദിക്കരുത് എന്നുള്ളത് ഇങ്ങനെയുള്ള പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവിന്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. താല്പര്യം കൂടി ഉണ്ടായിരുന്നു. താല്പര്യത്തിന്റെ അല്ല, അങ്ങനെ ഒരുത്തൻ എന്നെ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യേണ്ട എന്നുള്ള ഒരു ധാരണ ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഉണ്ടാവും സാധനം. കാര്യം അവർക്ക് അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ ചലഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു നേതാവിനെ കാണുന്ന സമയത്ത് അവർക്കത് നേരിടാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അവരുടെ നിലനിൽപ്പിനെ അതൊരു ഭീഷണിയായിട്ട് കാണുകയും അത് അവര് പോലും അറിയത്തില്ല ഈ പ്രക്രിയ നടക്കുന്നത്. അപ്പൊ തനിക്കൊരു ഭീഷണിയാണ് ഈ ചങ്ങാതി എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് അവരെ ഒതുക്കാൻ നോക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമായ ഒതുക്കൽ ശ്രമം പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതേ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സത്യത്തെയും നീതിയെയും കുറിച്ച് പറയാനുള്ള ഒരു ധാർമ്മികമായ അവകാശമില്ല. നിയമപരമായിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ നമ്മുടെ നിയമം രണ്ടു കൂട്ടരും, ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ പിന്നെ ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാവുന്ന വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ നിയമം അനുവദിക്കുന്നതാണ്. പക്ഷെ ധാർമ്മികത എന്ന് പറയുന്ന ഒരു സംഗതി രാഷ്ട്രീയത്തിൽ, ആ ധാർമ്മികത പിണറായി വിജയനെ ഉപദേശിക്കാനുള്ള ധാർമ്മികത രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് ഇതിന്റെ അപകടം. കാരണം ഈ 3 കേസുകളിലും ധാർമ്മികത മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, നിയമപ്രശ്നം അവശേഷിക്കുന്നില്ല. അല്ലെ? വലുതായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കി കഴിഞ്ഞാൽ വലുതായിട്ട് കാണുന്നില്ല. ധാർമ്മികത പ്രശ്നം മാത്രമേ ഉദിക്കുന്നുള്ളൂ. അപ്പൊ ധാർമ്മികമായിട്ട് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ശരിയാണെങ്കിലും ധാർമ്മികത വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദത്തിന് വലിയ പ്രാധാന്യമോ അതല്ലെങ്കിൽ വലിയ മൂല്യമോ ഇല്ലാതെ വരുന്നതിന്റെ കാരണം കാണും. പിന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും കുറേയധികം അച്ചടക്ക നടപടികൾ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോ ഇവരെ അപമാനിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അതുകൊണ്ടും ആയിരിക്കില്ല ഇയാൾ, കാരണം എല്ലാ കേസുകളിലും രാഹുലിന്റെ പക്കൽ ഒരുപിടി തെളിവുകൾ ഉണ്ടായിരുന്നു. അപ്പൊ 3-ാം കേസ് വന്നപ്പോഴും പുള്ളിയുടെ മുഖത്തെ ഒരു കോൺഫിഡൻസ്, ഇയാളുടെ പക്കൽ എന്തൊക്കെയോ തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അയാൾ അങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷേ കോടതിയുടെ ഹർജി സമർപ്പിച്ച സമയത്താണെങ്കിലും ജാമ്യം കൊടുക്കുന്ന സമയത്താണെങ്കിലും കുറെ ഉപാധികൾ ഉണ്ടായിരുന്നു. ആ ഉപാധികൾ പ്രകാരം ഇയാൾക്ക് ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഒന്ന് അടങ്ങിയിരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നീട് സജീവമായി എല്ലാ ഇടങ്ങളിലേക്കും എത്തിപ്പെടുന്നതിന്റെ ഇടയിൽ ശ്രീ പിണറായി വിജയന്റെ അഭിമുഖം കൂടി ഉപയോഗിച്ചതായിട്ടാണ് ഈ നിലപാട് വ്യക്തമാക്കുന്നതിലൂടെ തോന്നിയത്. അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന അദ്ദേഹത്തിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രശ്നം എടുത്തു കഴിഞ്ഞാല്, രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയമില്ലെങ്കിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അത് പ്രായോഗികമായ വിഷയം കൂടെയാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പൊ ഒരു അദ്ദേഹത്തെ ചെറുപ്പമാണ്, വേണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏത് നല്ല ജോലി വേണമെങ്കിലും പിന്നെ അധ്യാപകനായിട്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലകളിലോ ഒക്കെ നല്ല ജോലി കിട്ടാനുള്ള യോഗ്യതയൊക്കെയുള്ള യുവാവാണ്. ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടേ നമ്മുടെ വരുംകാല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ലേ? അല്ല, എന്നിരുന്നാൽ പോലും പക്ഷെ അങ്ങനെ അതിന് പറ്റത്തില്ല. അദ്ദേഹം ഒരു പബ്ലിക് ഫിഗർ ആയിപ്പോയി.
അപ്പൊ ഇനി രാഷ്ട്രീയത്തിൽ നിലനിൽക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു ഏക ആശ്രയം എന്ന് പറയുന്നത്. വ്യക്തിപരമായ നിലനിൽപ്പിന് പോലും ഇനിയിപ്പോ ഇവിടെ അദ്ദേഹം നേരിടുന്ന ഒരു സർവൈവൽ ഇഷ്യൂ ആണ്. ഒരു സോഷ്യൽ ബീങ് എന്ന നിലയിലുള്ള ഒരു സർവൈവൽ ഇഷ്യൂ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ നേരിടുന്നത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ ഈ ഇത്തരം പോസ്റ്റുകളൊക്കെ ഇടുന്നതും ശക്തമായിട്ട്. കോൺഗ്രസിലില്ല ഇപ്പൊ അദ്ദേഹം, ഇല്ല. എന്നിട്ട് പോലും അതിശക്തമായിട്ട് പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുകയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്യുകയും കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു ഇപ്പോൾ ഈ കാണുന്നത് കോൺഗ്രസ് പാർട്ടിയെ വിജയിപ്പിക്കാനോ അതല്ലെങ്കിൽ പിന്നെ ഒരു രാഷ്ട്രീയമായ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെ എന്നതിനേക്കാൾ ഉപരി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വ്യക്തിപരമായ ഒരു സർവൈവലിന്റെ ഒരു അംശം ഇതിനകത്തുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു നിലപാടുകളൊക്കെ മുന്നോട്ട് വരുമ്പോ, കാരണം കഴിഞ്ഞ ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്, തദ്ദേശ സമയത്ത് രാഹുലിന്റെ വിഷയം കൃത്യമായി ഭരണപക്ഷം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി അത് ഉപയോഗിക്കാനുള്ള ഒരു ചാൻസ് വിട്ടുകൊടുക്കാത്ത രീതിയിലേക്ക് കൊണ്ടെത്തിക്കുക, അല്ലെങ്കിൽ ഈ സർവൈവൽ മോഡൊക്കെ പറഞ്ഞില്ലേ, ആ രീതിയിൽ കോൺഗ്രസിലുള്ള രാഹുലിനേക്കാൾ പേടിക്കേണ്ടത് കോൺഗ്രസിലില്ലാത്ത രാഹുലിനെയാണ്. ആ ഒരു രീതിയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുക. ഇത് രണ്ടും ഒരു ചാൻസ് ആയിക്കൂടെ? ഇല്ല, ഇപ്പൊ ഇതിനകത്ത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഒരു മുഖ്യധാര രാഷ്ട്രീയത്തില് ഏകദേശം ഇപ്പോ പിന്നാമ്പുറത്തേക്ക് പോയില്ലേ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ ചർച്ചാ വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, പാലക്കാട് എടുക്കുന്ന സമയത്ത് പാലക്കാട് പോലും അത് മാറി. പാലക്കാട് ഇപ്പൊ പുതിയ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ പിന്നിലേക്ക് പോയി മാറിയിട്ട് അവിടെ CPM BJP രഹസ്യ ധാരണ എന്ന ഒരു വിഷയമാണ് അവിടെ ചർച്ചയിലേക്ക് ഡീൽ വരുന്നു. അപ്പൊ ഇതാണ് ഈ രാഷ്ട്രീയത്തിലുള്ള ഒരു പ്രശ്നം. ഇത് തന്നെയാണ്. നമ്മള് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കത്തി നിന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ വരുന്ന ഇലക്ഷനിൽ ഏറ്റവും വലിയ ചൂടേറിയ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാകുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇതിങ്ങനെ മാറുന്തോറും ഓരോ പുതിയ വിഷയങ്ങൾ വന്നു. രാഹുൽ മാറിയിട്ടല്ലേ ഗണേഷ് കുമാർ അതുപോലും പോയില്ലേ. ഗണേഷ് കുമാർ ഇപ്പൊ പത്തനാപുരത്ത് മാത്രമാണ്. പിന്നെ മാത്രമല്ല, ഗണേഷ് കുമാറിന്റെ വിഷയം പോലും പിന്നാമ്പുറത്തേക്ക് പോയി അല്ലേ. അപ്പൊ അങ്ങനെ ഇത് മാറി മറിഞ്ഞു വരും. പക്ഷെ ജനങ്ങളുടെ ഉള്ളില് ചില സാധനങ്ങൾ അകത്തേക്ക് വീഴുന്നുണ്ട്. അതെങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാനുള്ളത്. ഇപ്പൊ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്കും തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഒരു ഫലം അതാണ് സൂചിപ്പിക്കുന്നത്. കാരണം പഴയ രീതിയിൽ നമുക്കിങ്ങനെ വെറുതെ എഴുതിത്തള്ളാൻ പറ്റത്തില്ല. ഇപ്പൊ ജനങ്ങൾ ഇതിനെ കുറിച്ചെല്ലാം ഒരു ധാരണയുണ്ട്. ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് അവാസ്തവം, വാസ്തവം എന്നുള്ളതൊക്കെ അത്യാവശ്യം വലിയ എഫർട്ട് ഇല്ലാതെ തന്നെ ജനങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് പതിയുന്നുണ്ട്. ഈ പതിയലിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പലരുടെയും മനസ്സ് നിശ്ചയിക്കുന്നതും വോട്ട് മാറി വീഴുന്നതും. എന്തായാലും അതിജീവിത സീസൺ ഇങ്ങനെ ഇപ്രാവശ്യത്തെ ഒരു സീസൺ അതിജീവിത സീസൺ. കാരണം ഇതുവരെ കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പെൺ വിഷയമായിരുന്നു. ഒരുമാതിരി എന്താ പറയുക, ജുഗുപ്സാവഹവും ദുർഗന്ധാവഹവുമായ ഒരു അന്തരീക്ഷമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ. സ്ത്രീ വിഷയം, പെൺ വിഷയം മാത്രമായിട്ട് ചർച്ച ചെയ്യില്ലായിരുന്നു. ഇപ്രാവശ്യം അത് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഇത് നോർമലൈസ്ഡ് ആയത് കാരണം കേരളത്തിൽ ഈ പെൺ വിഷയം എന്നുള്ളത് വളരെ നോർമലൈസ്ഡ് ആയി. അതിനകത്ത് ഗണേഷ് കുമാറിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയൊക്കെ വലിയ സംഭാവനകളുണ്ട്. തീർച്ചയായിട്ടും സർക്കാരിന്റെ ഉണ്ട്. അതേപോലെ ഇവിടുത്തെ ഒരുപാട് മാധ്യമങ്ങളുടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുടെ സംഭാവന കൊണ്ട് ഈ പെൺവിഷയം എന്നുള്ളത് കേരളത്തിൽ വളരെ നോർമലൈസ്ഡ് ആയി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ മറ്റു പല പ്രശ്നങ്ങളിലേക്കും പോകുന്നത്. ഇപ്പൊ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് വർഗീയത തന്നെയാണ്. മതത്തിന്റെ പേരിലായിരിക്കും. എന്തായാലും കാണാം. കാരണം രാഹുൽ ഇപ്പൊ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്ന നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഏത് വിഷയത്തെ പറ്റിയിട്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ ഇടങ്ങളിലേക്ക് വന്ന് പൊതുവേദികളിൽ പറയുന്നില്ല. കൗതുകത്തോടെ നോക്കിയിരിക്കാവുന്ന സാധനമാണ്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു.